അതെ, ഒരുപാട് താമസിച്ചു പോയി. വണ്ടി കിട്ടാത്തൊരു ഏരിയ ആണെന്ന് നോക്കട്ടെ. ഒരു എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലത്തായി പോയില്ല. എവിടെ പോയേട്ടാ ഈ സമയത്ത്? ബ്രോ, കാലത്ത് സഹോദരയുടെ വീട്ടിൽ വന്നതാ. ഇരുന്ന് സംസാരിച്ച് സമയം പോയെന്ന് അറിഞ്ഞില്ല. വണ്ടി കിട്ടാൻ വല്ല മാർഗമുണ്ടോ ഇവിടെ? ചേട്ടാ, ഇവിടുന്ന് ഒരു 5 കിലോമീറ്റർ പോയാലേ ഇനി വണ്ടി കിട്ടത്തുള്ളൂ. അതുപോലെ ഇപ്പോൾ ഈ 10 മണി കഴിഞ്ഞില്ലേ, വണ്ടിയുടെയൊക്കെ സമയം കഴിഞ്ഞു. ചെറിയ മഴയും പെയ്യുന്നുണ്ടല്ലോ. വല്ല ബൈക്കുകാരും വല്ല വന്നിരുന്നെങ്കിൽ കയറി പോകായിരുന്നു. എൻ്റെ പൊന്നിയേട്ടാ, ഈ വന്ന കാലത്ത് പിള്ളേരുടെ ബൈക്കിലൊന്നും കയറി പോകാതിരിക്കുന്നതല്ല. ഇന്ന് ഇവിടെ ഒരു ആക്സിഡൻറ്റ് നടന്നേ ഉള്ളൂ. ഒരു പയ്യൻ, ഒറ്റ മകനാണ്, അവൻ ആഗ്രഹം പറഞ്ഞ് ബഹളം വെച്ചൊരു ബൈക്ക് എടുത്ത് കൊടുത്ത് അവസാനം ഇന്ന് അതിനകത്ത് പോയിട്ട് അവൻ വണ്ടി ഇടിച്ച് മരിച്ചു. ഇവൻ മാത്രമല്ല ഏട്ടാ, അവനൊക്കെ ആണെങ്കിൽ പോയി തൊലയിട്ടെന്ന് നോക്കാം. നാടിനോ വീടിനോ ഗുണമില്ലാത്തവനാ. പക്ഷെ ഒരു കുടുംബത്തിൻ്റെ അത്താണിയായ ഒരു മനുഷ്യനാണ്. വയ്യാത്ത അമ്മയും അച്ഛനും 2 പെൺമക്കളും ഒക്കെ ഉണ്ട്. അയാളെയും കൂടെ കൊണ്ടുപോയി കൊന്നു കളഞ്ഞില്ലേ ഇവനൊക്കെ. അലഞ്ഞോമാരോ തൊലഞ്ഞു. മഴ വരുന്നു, ഞാൻ പോവാ. അപ്പോൾ അവനിക്കൊക്കെ തന്നെ അങ്ങ് ചത്തുകൂടായിരുന്നു. വല്ലവനെയും കൊണ്ടുപോയി കൊല്ലേണ്ട കാര്യം വല്ലതും ഉണ്ടായിരുന്നു. എന്താ ഈ അസമയത്ത് ഓടി വരുന്നത്? വലുതും കണ്ട് പേടിച്ചോ? ചേട്ടാ, ഞാൻ സഹോദരയുടെ വീട്ടിൽ പോയിട്ട് വരികയായിരുന്നു. ഞാൻ ആ ബസ് സ്റ്റോപ്പിൽ നിന്നപ്പോൾ ഒരു പയ്യൻ അവിടെ നിൽക്കുന്നു. അവനെന്ത് ആക്സിഡന്റിന്റെ കാര്യമോ മരിപ്പിന്റെ കാര്യമോ 2 പേരും മരിച്ചതൊക്കെ പറഞ്ഞു. അവന് അത് പറഞ്ഞിട്ട് അവൻ അങ്ങോട്ടങ്ങ് പോയി. ഞാനൊന്ന് നോക്കിയപ്പോൾ അവിടെ അവന്റെ ഫോട്ടോ ഒട്ടിച്ച് വെച്ചേക്കുന്ന ആദരാഞ്ജലികൾ, അത് ഞാൻ കണ്ട് ഭയന്നു പോയി. അവൻ പറഞ്ഞ സംഭവം ശരിയാ. ഇന്ന് രാവിലെ നടന്ന സംഭവം. അവൻ മാത്രം പോയാൽ കുഴപ്പമില്ല. ഒരു പാവം പിടിച്ചവന്, ഒരു കുടുംബത്തിന്റെ അത്താണിയെ, ആ സാധുവിനെയും കൊണ്ടുവന്ന് കൊലക്ക് കൊടുത്ത അവൻ പോയിരിക്കുന്നത്. പിന്നെ മഴയൊക്കെ നേരെ ഉരുട്ടി വരുന്നു. നേരത്തെ കാലത്തെ വീട്ടിലെങ്ങാണം പോയി ചേരാൻ നോക്ക്. ആ സമയത്ത് ഇവിടെ നിന്നും കിടന്ന് കറങ്ങല്ലേ. മദ്യവും മത്സരവും നിരത്തിൽ നിന്ന് ഒഴിവാക്കുക. ദുരന്തം ഒരാളെ മാത്രമല്ല ബാധിക്കുന്നത്. അതെ, അതൊരു സമൂഹത്തെ മുഴുവൻ ബാധിക്കും. ശ്രദ്ധിച്ചു വാഹനം ഓടിക്കണം.